Hi friends, this is Joy Gakathuruthan. Okay, today we are going to learn about is. How can we use is as a question, especially for an yes or no question? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈസിൻ്റെ കൂടെ നോട്ടിന് ഉണ്ടാക്കാൻ പഠിച്ചു. ഇപ്പോൾ നമ്മൾ ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നതാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ലെറ്റ് us see a sentence. She is a nurse. In this sentence, she is the subject. Okay, then is basically a helping verb. How can we make a question? For that, we have to bring the helping verb first. Which is the helping verb in this? Is the helping verb in this sentence. This sentence is helping verb is. So we have to bring it first. Okay, I am going to bring it first. Is. Second, we have to do is. രണ്ടാമത് നമുക്ക് ചെയ്യേണ്ടത് to bring the subject in the second place. She. I mean, she is changed into is she. She is changed into is she. Okay. Is it needed to change the other words? No need of change here in this part. A nurse. N-U-R-S-E. Question mark. So the changes coming in this part only. Subjects and helping verb. This is the changing place. So helping verb is changed as the first word of the question, and the second, the subject we brought in the second place. Okay, she is changed into is she. Now the question is okay. If she is a nurse, ഇവിടെ ഒരു nurse ആണ്. She is a nurse. ഇവിടെ നേഴ്സാണ്. ഈസ് ഷീ എ നേഴ്സ്? ഇവിടെ നേഴ്സാണോ? സോ ചോദ്യം പൂർത്തിയായി. ദിസ് ഈസ് ദ ടെക്നിക്. നമ്മളിവിടെ പഠിക്കുന്നത് ഷീ ഈസ് എ നേഴ്സ് എന്നുള്ള ഒരു ചെറിയ സെൻറ്റൻസ് ആണെന്നുള്ള ഫീലിംഗ് അല്ല നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. അയ്യോ ഇതെല്ലാം എനിക്ക് അറിയാവുന്നതാണല്ലോ, അതല്ല. നമ്മളിവിടെ പഠിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ എങ്ങനെ ചോദ്യമാക്കി മാറ്റാം എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ സ്വന്തമായി ആശയം ചേഞ്ച് ചെയ്യാൻ പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് ലാംഗ്വേജിന് കൃത്യമായി സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അതായത് വ്യക്തിക്കും അവൻ്റെ വൃത്തിക്കും സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് വാക്കുകൾ മാറ്റേണ്ടി വരുമല്ലോ. അത് നമ്മുടെ കുറേ റെഡിമെയ്ഡ് സെൻറ്റൻസുകൾ സ്വയം കാണാപ്പാടം കഴിക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് ആവശ്യമുള്ള സന്ദർഭത്തിനനുസരിച്ച് ഇംഗ്ലീഷിൽ വർത്തമാനം പറയാനുള്ള ശേഷി നമുക്ക് ആർജിക്കാനാവില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഓൺ സെൻറ്റൻസസ് ഉണ്ടാക്കാനുള്ള ശക്തി ആർജിക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനെ ബേസ് ചെയ്താണ് ഞാൻ ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഹെൽപ്പിംഗ് വെർബിനെ ബേസ് ചെയ്ത് ആം, ഈസ്, ആർ, അല്ലെങ്കിൽ വാസ്, വെയർ, ഡു, ഡസ്, ഹാവ്, ഹാസ്, ഹാഡ്, ഷാൽ, ഷുഡ്, വിൽ, വുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, യൂസ്ഡ് ടു, ought to, dare, need, must, ഈ 24 പദങ്ങളെ നിങ്ങളുടെ മനസ്സിൽ ഫിക്സ് ചെയ്തതിന് ശേഷം സെൻറ്റൻസ് മേക്കിങ്ങിലേക്ക് കിടക്കണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ക്ലാസ് എടുക്കുന്നത്. നമ്മളിപ്പോൾ ആമോ എല്ലാം ആമിൻ്റെ ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞ് ഈസ് ഇതുകൂടെ എടുക്കുമ്പോഴേക്കും ഈസിൻ്റെ ആ പ്രോസസ്സ് തീരും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആറിനെ കുറിച്ച് പഠിക്കും. ഓക്കെ, സോ ഇങ്ങനെ പഠിക്കുന്ന പക്ഷം ഞാൻ അഷ്വർ ചെയ്യുന്നു നിങ്ങൾക്ക് തീർച്ചയായും എഴുതാനും വായിക്കാനും സംസാരിക്കുവാനുള്ള ശേഷി ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ഓക്കെ, നമ്മൾ പഠിച്ച ധാരാളം ആളുകളുള്ള ഒരു പ്രശ്നം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായി ആശയവിനിമയം ചെയ്യാൻ, സെൻറ്റൻസ് മേക്ക് ചെയ്യാനുള്ള കഴിവില്ലായ്മ, അതൊരു പ്രധാന പ്രശ്നമാണ്. ആ കഴിവുകേടിനെ നികത്തുവാൻ വേണ്ടിയിട്ട് ദീർഘനാളുകളായ ഒരു അധ്യാപന നിലയത്തിൽ ഞാൻ ആർജിച്ച അല്ലെങ്കിൽ പഠിപ്പിച്ചു പോന്നിട്ടുള്ള എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ കണ്ടെടുത്ത ഒരു മെത്തേഡാണ് നിങ്ങളുടെ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലെറ്റ് us come to the second sentence. He is a policeman. The structure is the main problem. So here he is the subject. In this sentence he is the subject. So that is in the first place. First is second place is
is the helping verb. Basically, it is a helping verb. ഇതൊരു ചോദ്യം മാറ്റി മാറണമെങ്കിൽ we have to bring the helping verb first. Okay. So I brought is here. Now it came in the first place. Then what is to be done is that we have to change the subject in the second place. He is changed to is he. He is changed into is he. നമ്മൾ he is എന്നതിനെ is he എന്ന് മാറ്റി. Okay. Is there any changes in the other part? No. No need of any change after this part. So we can write as it is. Is he a policeman? ഇവിടെ ചേഞ്ച് ആവശ്യമില്ല. നമ്മൾ ഈ പാർട്ടിൽ ചേഞ്ച് വരുത്തിയിട്ടില്ല. ആ സ്റ്റേറ്റ്മെന്റിൽ ഈ പാർട്ടിൽ ചേഞ്ച് വരുത്തിയിട്ടില്ല. ഓക്കെ, ലെറ്റ് us see another word, another sentence. The earth is round. The earth is round. Here we use the earth. In many sentences we have used helping pronouns only. We have used I, we, you, he, she, it, they. ഇത്തരം പ്രൊനൗണുകളാണ് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചത്. ഇവിടെ മാത്രമാണ് നമ്മൾ the earth, these two words stand together and act as a subject. ഈ രണ്ട് വാക്കുകളും കൂടി സബ്ജക്റ്റ് എന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത്. The earth. ഇവിടെ ഹെൽപ്പിംഗ് വെർബ് ഏതാണ്? is the helping verb. As we have learned earlier, what is we are going to do is to bring the helping verb in the first. നമ്മളിവിടെ ഹെൽപ്പിംഗ് വെർബിന് ഫസ്റ്റ് കൊണ്ടുവരുന്നു. Okay. What is the second thing we have to do is to bring the subject in the second place. So the earth is the subject. Now we are going to bring the earth here. Is the earth. What is the balance? The remaining part is round. So noun would have changed. The same we have got here. Is the earth round? Is the earth round? So the earth is round. ഭൂമി ഉരുണ്ടതാണ്. Okay. Is the earth round? ഭൂമി ഉരുണ്ടതാണോ? അത് ചോദ്യമായി മാറി. ഇവിടെ എല്ലാം ഇനി നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരങ്ങളെ കൂടെ ഇതിന്റെ ആൻസർ എങ്ങനെയായിരിക്കണം എന്ന് കൂടെ നമുക്ക് നോക്കാം. ഷീ ഈസ് എ നേഴ്സ്. ഈസ് ഷീ എ നേഴ്സ്? അവളൊരു നേഴ്സ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അവളൊരു നേഴ്സ് ആണ് എന്നാണ് ഉത്തരമെങ്കിൽ നമ്മൾ പറയേണ്ടത് യെസ്. ഇതിലെ സബ്ജക്റ്റ് ഏതാണ്? ഷീ. യെസ് ഷീ ഈസ്. സെയിം വർബ് ഈസ് യൂസ്ഡ്. യെസ് ഷീ ഈസ്. യെസ് ഷീ ഈസ് എന്ന് പറയുമ്പോൾ സംബന്ധോർജിതമായി അതെ അവളൊരു നേഴ്സാണ് എന്ന ഉത്തരം നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അവളൊരു നേഴ്സ് അല്ല എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നോ. അവിടെയും സബ്ജക്റ്റ് തന്നെയാണ് വരുന്നത്. നോ ഷീ ഈസ്. ആൻസർ ഷോർട്ട് ഫോം ആണ് വരുന്നത്. അതുകൊണ്ട് നോട്ടിന് നമ്മൾ ഷോർട്ട് ഫോം എഴുതും. ഓ അവോയ്ഡ് ചെയ്ത് ടി അപ്പോസ്ട്രോഫി വെട്ടി ടി ഈസിൻറ്റ്. നോ ഷീ ഈസിൻറ്റ്. അല്ല അവളൊരു നേഴ്സ് അല്ല എന്ന സന്ദർഭോചിതമായി പൂർണ്ണാർത്ഥം നമുക്ക് ലഭിക്കുന്നുണ്ട്. യെസ് ഷീ ഈസ്. നോ ഷീ ഈസിൻറ്റ്. ഓക്കെ, അവളൊരു നേഴ്സ് അല്ല. സി ദ സെക്കൻഡ് സെന്റൻസ്. ഹി ഈസ് എ പോലീസ്മാൻ. ഇവനൊരു പോലീസുകാരനാണ്. ഈസ് ഹി എ പോലീസ്മാൻ? ഇവനൊരു പോലീസ്മാൻ ആണോ? ഓക്കെ, അല്ലേ അതെ എന്നാണ് ഉത്തരമെങ്കിൽ യെസ്. പിന്നീട് സബ്ജക്റ്റ് ഏതാണ്? ഹി ഈസ് ദ സബ്ജക്റ്റ്. സോ വി ബ്രോട്ട് ഹിയർ യെസ് ഹി. The same verb is used. Yes, he is. അതെ അവനൊരു പോലീസുകാരനാണ്. ഓക്കെ, ഇനി അല്ല എന്നാണ് ഉത്തരമെങ്കിൽ നോ. The same subject we brought. No, he isn't. Isn't എന്ന് പറയുന്നത് നോട്ടാണ്. isn't. Is പ്ലസ് നോട്ടിനെയാണ് isn't എന്ന് പറയുന്നത്. അതിന്റെ ഷോർട്ട് ഫോം ആണ്. No, he isn't. ഓക്കെ, നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലമർത്തുവാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ക്ലാസ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ധാരാളം പേർക്ക് ഉപയോഗപ്പെടുവാൻ നിങ്ങളുടെ ഈ ലൈക്ക് ചെയ്യുന്നതും എല്ലാം
ഉപയോഗപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ബൈ.